നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ചൂടുപിടിക്കവേ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാകുന്നു. വികസനം മാത്രമല്ല ഇവിടെ ചർച്ചയാവുന്നത്, നിലവിലെ സാമുദായിക സമവാക്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അവിടെയാണ് കോൺഗ്രസിന്റെ യുവ നേതാവും കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകനുമായിരുന്ന ഹാരിസ് അറബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുന്നത്. PV അൻവറിനൊപ്പമുള്ളവരിൽ ഭൂരിഭാഗവും സഖാപ്പികളാണെന്നാണ് ഹാരിസ് പറയുന്നത്. PV അൻവറിന്റെ വലങ്കൈയായ സഹീദ് റൂമി CPMന്റെ ഗുജറാത്ത് സംസ്ഥാന കമ്മിറ്റി നേതാവാണെന്നാണ് CPMകാർ മുമ്പ് പ്രചരിപ്പിച്ച് നടന്നതെന്ന് ഹാരിസ് ചൂണ്ടിക്കാട്ടുന്നു. മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഖുറാൻ ഓതി CPM വളർത്താൻ നടന്ന ആളാണ് സഹീദ് റൂമി. ഖുറാനും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒരേ കാര്യമാണ് പറയുന്നതെന്നും മറ്റും പറഞ്ഞ് ഇസ്ലാം മതവിശ്വാസികളെ മുതലെടുക്കാൻ CPM ഇയാൾക്ക് ധാരാളം വേദി നൽകിയിരുന്നു. ഇത്തരം സഖാപ്പികളാണ് അൻവറിനെ വളർത്തിയതെന്നും ഹാരിസ് അറബി ചൂണ്ടിക്കാട്ടുന്നു. ഹാരിസ് അറബിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇന്നത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഇരിക്കുന്ന സഹീദ് റൂമി എന്ന ആളെ കണ്ടോ? PV അൻവറിന്റെ പാർട്ടി പ്രതിനിധിയാണ്. ആരാണ് ഈ സഹീദ് റൂമി? CPMന്റെ ഗുജറാത്ത് സംസ്ഥാന കമ്മിറ്റി നേതാവാണെന്നാണ് CPMകാർ മുമ്പ് പ്രചരിപ്പിച്ച് നടന്നത്. മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഖുറാൻ ഓതി CPM വളർത്താൻ നടന്ന ആളാണ് സഹീദ് റൂമി. ഖുറാനും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒരേ കാര്യമാണ് പറയുന്നതെന്നും മറ്റും പറഞ്ഞ് ഇസ്ലാം മതവിശ്വാസികളെ മുതലെടുക്കാൻ CPM ഇയാൾക്ക് ധാരാളം വേദി നൽകിയിരുന്നു. ആലുവയിലുള്ള CPM നേതാവിന്റെ മകളുമായി പ്രണയത്തിലായി. പതിവ് കമ്മികളെ പോലെ അവർ ഇയാൾക്കെതിരെ പോസ്റ്റ് ഇട്ടു. പ്രമുഖ റീൽസ് മന്ത്രി നേരിട്ട ആരോപണങ്ങൾ റൂമിയും നേരിട്ടു. പ്രശ്നം അതല്ല, അൻവറിന്റെ റൈറ്റ് കമാൻഡറാണ് സഹീദ് റൂമി. 2011 മുതൽ 2024 വരെ റൂമിയെ പോലെ ആയിരക്കണക്കിന് ആളുകളെ CPMൽ അൻവർ വളർത്തിയെടുത്തിട്ടുണ്ട്. സഖാപ്പികൾ ഇപ്പോൾ CPMനുള്ളിൽ ഒരു അൻവർ ഫ്രാക്ഷനായി പ്രവർത്തിക്കുകയാണ്. അൻവർ നടത്തിയ ആദ്യ യോഗങ്ങളിൽ ഒഴുകിയെത്തിയത് ഈ സഖാപ്പികളാണ്. കാലങ്ങളായി CPMന് വോട്ട് ചെയ്തവരെയാണ് ഈ വിധം തീവ്ര മൗലികവാദ സ്വഭാവമുള്ള ആളുകളാക്കി ഇവർ വളർത്തിയെടുത്തത്. പരസ്യമായി CPMമായി നിൽക്കുന്ന ഇവർ അൻവറിന് വോട്ട് ചെയ്യും. നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് CPMനെ കാത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാരിസ് അറബിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്.